ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ PSC ഇപ്പോൾ പുതിയ വിജ്ഞാപനം കൊണ്ടുവന്നിരിക്കുകയാണ്. അനേക തസ്തികയിലേക്ക് വേക്കൻസികൾ ഒഴിവുണ്ട്. ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു ജോബ് വേക്കൻസി ചാനൽ. കേരള സർക്കാരിൻ്റെ PSC ഏതൊക്കെ തസ്തികയിലേക്കാണ് വേക്കൻസി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ തസ്തിക എന്ന് പറയുന്നത് അതിൻ്റെ കാറ്റഗറി നമ്പർ പറയാം. 124/2020. ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഈ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. ഈ ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 20,000 രൂപ മുതൽ 45,800 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കും. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 12ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വെറും 12ാം ക്ലാസ് യോഗ്യത മതി. ഇതിന് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 19 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 19 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഒക്ടോബർ 21-ന് മുമ്പ് തന്നെ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. അടുത്ത് രണ്ടാമത്തെ തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 123/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്. ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അതിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അത് ഈ NCA വിശ്വകർമ്മ ആ ഇതിൽ പെടുന്നവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. വിശ്വകർമ്മ ഇതിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 2,500 രൂപ മുതൽ 4,525 രൂപ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് തോറ്റ വ്യക്തികൾക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ 3 വർഷത്തെ ആംഡ് ഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകണം. അതായത് ആർമിയിലോ അല്ലെങ്കിൽ നേവിയിലോ അല്ലെങ്കിൽ എയർഫോഴ്സിലോ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 48 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സെക്യൂരിറ്റി ഗാർഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിനും ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സെക്യൂരിറ്റി ഗാർഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 120/2020 മുതൽ 122/2020 വരെയാണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ലിമിറ്റഡ്, അതായത് KSFയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. തസ്തികയുടെ പേര് പിയൂൺ വേക്കൻസിയിലും അതുപോലെ തന്നെ വാച്ച്മാൻ വേക്കൻസിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം അവിടെ ഒഴിവ് വന്നിരിക്കുന്നത് 3 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അത് റിസർവേഷനാണ്. മുസ്ലിം കാറ്റഗറിയിലുള്ളവർക്ക് ഒരു ഒഴിവ്, അതിൻ്റെ കാറ്റഗറി നമ്പർ 120/2020. OBC കാറ്റഗറിയിലേക്ക് ഒരു ഒഴിവാണ്. അതുപോലെ തന്നെ SC വിഭാഗക്കാർക്കും ഒരു ഒഴിവാണ്. മൊത്തത്തിൽ 3 ഒഴിവാണ് വന്നിരിക്കുന്നത്. ഇനി അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 6ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 3 വർഷത്തെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പിയൂണായിട്ടോ വാച്ച്മാനായിട്ടൊക്കെ നിന്ന എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. 6ാം ക്ലാസ് യോഗ്യതയും 3 വർഷത്തെ ഏതെങ്കിലും ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ KSFയിലേക്കുള്ള പിയൂൺ വാച്ച്മാൻ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ മാസത്തിൽ ശമ്പളം ലഭിക്കുന്നത് 7,735 രൂപ മുതൽ 13,090 രൂപയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം.
119/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ക്ലേ വർക്കർ. ആ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഏകദേശം ഒരു വേക്കൻസിയാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. അത് ഈ ഈഴവ ആയിട്ടുള്ളവർക്കൊക്കെയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ്. സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് താഴെയുള്ള ഏത് ക്ലാസ് ആയാലും കുഴപ്പമില്ല, യോഗ്യതയായിട്ടുള്ളൂ. 3ാം ക്ലാസ്സോ 4ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ്സോ സെക്കൻഡറി സ്കൂളിൽ ആ സ്കൂളിൽ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ ജോലിയെക്കുറിച്ചുള്ള 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ക്ലേ വർക്കർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് മാസത്തിൽ ശമ്പളം ലഭിക്കുന്നത് 16,500 രൂപ മുതൽ 35,700 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഇത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ക്ലേ വർക്കർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 118/2020 ആണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പബ്ലിക് വർക്കർ ഇലക്ട്രിക്കൽ വിങ്സ്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ലൈമാനായിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഏകദേശം ഈ തസ്തികയിലേക്ക് 2 വേക്കൻസിയാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒന്ന് പത്തനംതിട്ടയും 2 വയനാടും. ഈ 2 ഡിസ്ട്രിക്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് ST വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ജോലി ലഭിക്കുകയാണെങ്കിൽ 19,000 രൂപ മുതൽ 43,600 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത്. പിന്നെ ലൈൻമാൻ ജോലി ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കുറിച്ച് ഒരു വർഷത്തെ കോഴ്സ് വല്ല ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കിനെ കുറിച്ചുള്ള ഏതെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന MGTEയുടെയോ അല്ലെങ്കിൽ KGTEയുടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ITയുടെ സർട്ടിഫിക്കറ്റോ എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ച ഇലക്ട്രിക്കിനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 19 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ലൈൻമാൻ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 117/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പബ്ലിക് വർക്കർ, അതും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതും ലൈൻമാനായിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ഏകദേശം ഇത് വേക്കൻസി വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് 2 വേക്കൻസി, കോട്ടയത്ത് 1 വേക്കൻസി, എറണാകുളത്ത് 1 വേക്കൻസി, തൃശ്ശൂർ 1 വേക്കൻസി, പാലക്കാട് 1 വേക്കൻസി, മലപ്പുറം 1 വേക്കൻസി, കോഴിക്കോട് 2 വേക്കൻസി. ഈ പറഞ്ഞ അത്രയും ഡിസ്ട്രിക്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിലേക്ക് SC ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇതിന് മാസത്തിൽ ശമ്പളം ലഭിക്കുന്നത് 19,000 രൂപ മുതൽ 43,600 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ തസ്തികയിലെ അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. 10ാം ക്ലാസ് യോഗ്യതയും ഇലക്ട്രിക്കിനെ കുറിച്ച് അവർ ITയോ അല്ലെങ്കിൽ 1 വർഷത്തെ കോഴ്സ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അവർ പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈൻമാൻ എന്ന തസ്തികയിലേക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, പബ്ലിക് വർക്കർ ഇലക്ട്രിക് വിങ്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 116/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഹെൽത്ത് സർവീസിലേക്കാണ്. തസ്തികയുടെ പേര് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. ആ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഏകദേശം അതിലേക്ക് 4 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് പാലക്കാട് 2 ഒഴിവുകൾ, കണ്ണൂർ 2 ഒഴിവ്, മൊത്തം 4 ഒഴിവുകളാണുള്ളത്. ഈ തസ്തികയിലേക്ക് ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇതിന് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 22,200 രൂപ മുതൽ 48,000 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 ഡിഗ്രി, പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാം. +2 VHEC പഠിച്ചവർക്ക് അപേക്ഷിക്കാം. അല്ലാതെ മറ്റേ സയൻസോ കൊമേഴ്സോ ഏത് പഠിച്ചിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി പഠിച്ചിരിക്കണം. ഡിപ്ലോമ ഫാർമസിയിൽ ഡിപ്ലോമ പഠിച്ചിരിക്കണം.
അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വിത്ത് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. അപ്പോൾ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഹെൽത്ത് സർവീസ് ഫാർമസിസ്റ്റ് ഗ്രേഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 115/2020 ആണ്. തസ്തികയുടെ പേര് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതും ഫാർമസിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് എന്ന തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അതിൽ വേക്കൻസി വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അവിടെയും SC ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 ആണ്. +2 യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി യോഗ്യത ഉണ്ടായിരിക്കണം. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഹെൽത്ത് സർവീസ് ഫാർമസിസ്റ്റ് ഗ്രേഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 22,200 രൂപ മുതൽ 48,000 രൂപയാണ് മാസത്തിൽ ശമ്പളമായിട്ട് ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 114/2020 ആണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഹെൽത്ത് സർവീസിലേക്കാണ്. തസ്തികയുടെ പേര് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ്. ആ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം 3 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. കണ്ണൂരാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 20 വയസ്സ് മുതൽ 41 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് +2 ആണ്. +2 സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിരിക്കണം. VSSC യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. അവരും സയൻസ് സബ്ജക്റ്റിൽ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ BSc നേഴ്സിംഗ് അവർ പഠിച്ചിരിക്കണം. അതില്ലെങ്കിൽ ജനറൽ നേഴ്സ് യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ കേരള നേഴ്സ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 113/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഇറിഗേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓവർസീരിയർ ഗ്രേഡ് 3 എന്ന തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് 2 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 19,000 രൂപ മുതൽ 43,600 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് യോഗ്യതയാണ്. അതിനോടൊപ്പം തന്നെ അവർ മറ്റുള്ള IT ഫീൽഡിലോ അല്ലെങ്കിൽ മറ്റുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ച വ്യക്തിയായിരിക്കണം. ഈ ഫീൽഡിനെ കുറിച്ച് പഠിച്ച വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഓവർ സീനിയർ ഗ്രേഡ് സെക്കൻഡ് എന്ന 3 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 112/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമർ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. തസ്തികയുടെ പേര് അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് എന്ന തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഏകദേശം 1 ഒഴിവാണ് തസ്തികയിലേക്കുള്ളത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 20,000 രൂപ മുതൽ 45,800 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്ന പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഇൻ അഗ്രികൾച്ചർ യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്കലി അവർ ഗുഡായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് എന്ന സെക്കൻഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
ഇതും SC ST വിഭാഗക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 111/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഏത് തസ്തികയിലേക്കാണ് ഒഴിവെന്ന് പറയാം. ലെക്ചർ ഇൻ കൊമേഴ്സ്, ആ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 36,600 രൂപ മുതൽ 79,200 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഇതിലേക്ക് ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 20 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ ഡിഗ്രി ഇൻ കൊമേഴ്സിലുണ്ടായിരിക്കണം. അത് നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം കൊമേഴ്സിൽ. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതും ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 110/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. തസ്തികയുടെ പേര് സെലക്ഷൻ ഓഫീസർ തസ്തികയായിട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു ഒഴിവാണ് തസ്തികയിലേക്കുള്ളത്. ഇതിൽ ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 36,600 രൂപ മുതൽ 79,200 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ, അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഒരു ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സെലക്ഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നത് ST വിഭാഗക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 109/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരള. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം ഈ തസ്തികയിലേക്ക് ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 36,600 രൂപ മുതൽ 79,200 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 25 വയസ്സ് മുതൽ 46 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിസിയോളജിയിൽ ഉണ്ടായിരിക്കണം. അത് 50% മാർക്കോടെ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഈ ഫീൽഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് ST വിഭാഗക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 108/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അത് എഞ്ചിനീയറിംഗ് കോളേജിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഈ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 20 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BEO അല്ലെങ്കിൽ BTechോ അല്ലെങ്കിൽ MEO അല്ലെങ്കിൽ MTechോ ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഈ സബ്ജക്റ്റിൽ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. ഈ തസ്തികയിലേക്ക് ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യുക, അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 107/2020. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ്. ഈ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം 2 ഒഴിവാണ് ഈ തസ്തികയിലേക്ക് ഉള്ളത്.
അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 22 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സിൽ ഉണ്ടായിരിക്കണം. അത് 50% മാർക്കിൽ പാസ്സായിരിക്കണം. ഈ ഫീൽഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലും ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യുക, അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 106/2020. അതും ഒഴിവ് വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ലോ. ഈ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഇതിലെ ഏകദേശം ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 22 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി, ലോയിൽ മാസ്റ്റർ ഡിഗ്രി, അതായത് നിയമപരമായ പഠനം പഠിച്ചവർക്ക് മാത്രമേ ഈ തസ്തികയിൽ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. 50% മാർക്കോടെ അവർ എന്ത് ചെയ്യണം, പാസ്സായിരിക്കണം. ഈ ഫീൽഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ലോ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് ST വിഭാഗക്കാർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഒക്ടോബർ മാസം 21-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 105/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഈ ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 16,500 രൂപ മുതൽ 35,700 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഒഴിവ് വന്നിരിക്കുന്നത് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത്. കേരളത്തിലെ ഡിസ്ട്രിക്റ്റിൽ ഒഴിവ് വന്നിട്ടുണ്ട്, പക്ഷേ എണ്ണം പറഞ്ഞിട്ടില്ല. ഇത് ഹാൻഡിക്രാഫ്റ്റ് വേക്കൻസിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ അസിസ്റ്റൻറ്റ് സെയിൽമാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 104/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തസ്തികയുടെ പേര് കെമിസ്റ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല. ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാസത്തിൽ ശമ്പളം ലഭിക്കുന്നത് 3,900 രൂപ മുതൽ 8,650 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കും. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് MSc കെമിസ്ട്രി യോഗ്യത ഉണ്ടായിരിക്കണം, 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 103/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കെമിസ്റ്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു ഒഴിവാണ് തസ്തികയിലേക്കുള്ളത്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 3,900 രൂപ മുതൽ 8,650 രൂപയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ MSc കെമിസ്ട്രി യോഗ്യത ഉണ്ടായിരിക്കണം. അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് MSc കെമിസ്ട്രി യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ ഫീൽഡിനെ കുറിച്ചുള്ള ഫെർട്ടിലൈസ് മാനുഫാക്ചറിങ്ങിനെ കുറിച്ചുള്ള എന്ത് ചെയ്യണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 102/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തസ്തികയുടെ പേര് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ബോയിലർ ഓപ്പറേറ്റർ. ഈ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്.
ഇതിലേക്ക് ഹാൻഡിക്രാഫ്റ്റഡ് വേക്കൻസിയാണ്, അവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 5565 രൂപ മുതൽ 10,040 രൂപയാണ് ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ആനുകൂല്യങ്ങളുണ്ട്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് സർട്ടിഫിക്കറ്റ് ബോയിലർ ഓപ്പറേറ്ററിൽ നിന്നും ഉണ്ടായിരിക്കണം, ഫസ്റ്റ് ക്ലാസ് സർട്ടിഫിക്കറ്റ്. അതിനോടൊപ്പം തന്നെ 3 വർഷത്തെ ഈ ഫീൽഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ബോയിലർ ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം, 101/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ബോയിലർ ഓപ്പറേറ്റർ. ഈ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ തസ്തിക അതുപോലെ തന്നെ, പക്ഷേ അത് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവർക്കായിരുന്നു നേരത്തെ പറഞ്ഞത്. ഇത് അല്ലാത്തവർക്കുള്ള ഒഴിവാണ്. ഒരു ഒഴിവാണ് തസ്തികയിലേക്കുള്ളത്. ഇതിൻ്റെ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 5565 രൂപ മുതൽ 10,040 രൂപയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഇനി വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് യോഗ്യതയാണ്. അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇന്ന് ബോയിലർ ഓപ്പറേറ്ററിൽ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം, 100/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള ആഗ്രോ മിഷനറി കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിന് ഒഴിവ് വന്നിരിക്കുന്നത് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു ഒഴിവാണ് ഈ തസ്തികയിലേക്കുള്ളത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത്. അതിനോടൊപ്പം തന്നെ ITIയുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വാലിഡ് വയർമാൻ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഗവൺമെൻറ്റിൻ്റെ എന്തുകൊണ്ടാണോ ലൈസൻസ് ഉണ്ടായിരിക്കണം. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 8,530 രൂപ മുതൽ 16,090 രൂപയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം, 99/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്. ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു ഒഴിവാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്പീഡ്, ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ടൈപ്പിംഗ് മലയാളം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് റൈറ്റിങ്ങും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള യോഗ്യത ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 10,480 രൂപ മുതൽ 18,300 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം, 98/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് SC/ST ഡെവലപ്മെൻറ്റ് കോഓപ്പറേറ്റീവ്സ് ലിമിറ്റഡ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഇത് വേക്കൻസിയുടെ എണ്ണം പറഞ്ഞിട്ടില്ല. ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇതിന് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 19,000 രൂപ മുതൽ 43,600 രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം, ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷും മലയാളം നല്ലതുപോലെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടർ പ്രവൃത്തി പരിചയം നല്ലപോലെ അറിഞ്ഞിരിക്കണം, ഈ ഫീൽഡിനെ കുറിച്ച് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ടൈപ്പിംഗ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 97/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അപ്പെക്സ് സൊസൈറ്റി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഇതിൽ ഏകദേശം ഒരു ഒഴിവാണ് തസ്തികയിലേക്കുള്ളത്. നേരത്തെ പറഞ്ഞത് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ആ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് അല്ലാത്തവർക്കുള്ള വേക്കൻസിയാണ്. ഇതിന് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 19,000 രൂപ മുതൽ 43,600 രൂപയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് SLC യോഗ്യതയാണ് വേണ്ടത്. അതിനോടൊപ്പം തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ടൈപ്പ് റൈറ്റിംഗ് മലയാളം അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, ഡാറ്റ എൻട്രി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 96/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തസ്തികയുടെ പേര് പറയാം. ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം 2 ഒഴിവാണ് ഈ തസ്തികയിലേക്കുള്ളത്. ഇതിന് സാലറി പറഞ്ഞിരിക്കുന്നത് 22,180 രൂപ മുതൽ 70,605 രൂപ വരെയാണ് ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റർ ഡിഗ്രി, അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക്, ആർട്സിലോ സയൻസിലോ കൊമേഴ്സിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അത് 50% അവരും പാസ്സായിരിക്കണം. അതില്ല എങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം. അത് 60% ഈ ബാച്ചിലർ ഡിഗ്രി പാസ്സായിരിക്കണം. ബികോമോ അല്ലെങ്കിൽ മറ്റുള്ള ബികോമോ എംകോമോ അങ്ങനെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അവരെല്ലാം 50% മാർക്കോടെ പാസ്സായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡെപ്യൂട്ടി മാനേജർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 95/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഏകദേശം 3 ഒഴിവാണ് ഈ തസ്തികയിലേക്കുള്ളത്. അപേക്ഷിക്കുന്നവർക്കുള്ള മാസശമ്പളം 22,180 രൂപ മുതൽ 70,605 രൂപ വരെയാണ്. ഈ ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മാസ്റ്റർ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ആർട്സിലോ സയൻസിലോ കൊമേഴ്സിലോ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അത് 50% മാർക്കോടെ പാസ്സായിരിക്കണം. അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അവർ 60% മാർക്കോടെ പാസ്സായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഡെപ്യൂട്ടി മാനേജർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യാം, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം. 94/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഇത് വുമൺസ് പോലീസ് ബറ്റാലിയൻ ആണ്. അതായത് സ്ത്രീകൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇത് സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. പക്ഷേ അതിനുള്ള വേക്കൻസിയുടെ എണ്ണം പറഞ്ഞിട്ടില്ല. ഹാൻഡിക്രാഫ്റ്റ് വേക്കൻസിയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം ജോലി ലഭിക്കുകയാണെങ്കിൽ 22,200 രൂപ മുതൽ 48,000 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കും.
അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് HS എക്സാമിനേഷൻ, അതായത് +2 യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വെറും 12ാം ക്ലാസ് യോഗ്യത മതി. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത കാറ്റഗറി നമ്പർ പറയാം, 93/2020. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഫയർ ആൻഡ് റിസോഴ്സ് സർവീസ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി ആയിട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൻ്റെ വേക്കൻസിയുടെ എണ്ണം അവർ പറഞ്ഞിട്ടില്ല. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 30,700 രൂപ മുതൽ 65,400 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കയ്യിൽ ലഭിക്കുന്നതായിരിക്കും. അതിനുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 20 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ഇൻ സയൻസ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അടുത്ത തസ്തികയുടെ കാറ്റഗറി നമ്പർ പറയാം, 92/2020. ഡിപ്പാർട്ട്മെൻറ്റ് പേര് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വേക്കൻസിയുടെ എണ്ണം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം 45,800 രൂപ മുതൽ 89,000 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 21 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ മോഡേൺ മെഡിസിൻ യോഗ്യത ഉണ്ടായിരിക്കണം. അവർ രജിസ്ട്രേഷൻ ഇൻ ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ കൗൺസിൽ വാലിഡ് രജിസ്ട്രേഷൻ ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 21-ാം തീയതിയാണ്. യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അനേക വേക്കൻസിയെക്കുറിച്ച് പറയാനിടയെ തീർന്നു. അതിനുള്ള ഒഴിവുകൾ എന്താണ്, പ്രായപരിധി എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, ഏത് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്, കാറ്റഗറി നമ്പർ ഏതാണ്, എല്ലാ കാര്യങ്ങളും പറയാനിടയെ തീർന്നു. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോലിക്കാണോ അപേക്ഷിക്കേണ്ടത് അതിന് നിങ്ങൾ പോയി അപേക്ഷിക്കുക. ഇത് PSC വഴിയാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. PSC രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ അടിച്ചു നോക്കി എന്ത് ചെയ്യാം, ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. PSC രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ വെബ്സൈറ്റിൽ പോയി PSC രജിസ്റ്റർ ചെയ്യുക. അതിനുള്ള വെബ്സൈറ്റ് ഇതാണ് www.psc.in എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PSC രജിസ്റ്റർ ചെയ്യുക. ആദ്യമേ നിങ്ങൾ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണെങ്കിലും ഈ അക്ഷയ സെൻറ്ററിലോ കമ്പ്യൂട്ടർ സെൻറ്ററുകളിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ കമ്പ്യൂട്ടർ സെൻറ്ററുകളിൽ പോയി രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത് കാരണം നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതെല്ലാം ഈ PSCയിൽ നിങ്ങൾ ആഡ് ചെയ്യണം. കാരണം ഓരോ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് നോക്കിയൊക്കെയാണ് ചിലതിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. 2, ഈ കാറ്റഗറി നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതും വളരെ നിർബന്ധമാണ്. SC ആണോ ST ആണോ ഏതാണ് നിങ്ങളുടെ കാസ്റ്റ് അതിനനുസരിച്ച് നിങ്ങളത് രജിസ്റ്റർ ചെയ്യുക. കാരണം എല്ലാ ഡീറ്റെയിലും രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ PSCയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കാസ്റ്റിൻ്റെ രജിസ്റ്റർ ചെയ്യാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ITയുടെ സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് ഏത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ PSCയിൽ രജിസ്റ്റർ ചെയ്യുക. +2 ആണോ, 10ാം ക്ലാസ് ആണോ, 7ാം ക്ലാസ് ആണോ, 8ാം ക്ലാസ് ആണോ, ഡിഗ്രി ആണോ, ഏത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങളത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ PSC രജിസ്റ്റർ ചെയ്യാത്തവർ വേഗം പോയി രജിസ്റ്റർ ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലവർ കമൻറ്റിലൂടെ ചോദിച്ചതാണ് ഈ PSC 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് PSC എഴുതാൻ പറ്റുമോ എന്ന്. നിശ്ചയമായിട്ട് അവർക്ക് എഴുതാൻ പറ്റും. ഈ അവരെ അപേക്ഷിക്കുന്ന ജോലിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് 10ാം ക്ലാസ് യോഗ്യതയാണോ അല്ലെങ്കിൽ 9ാം ക്ലാസ് ആണോ അല്ലെങ്കിൽ വെറും 12ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള തസ്തികയിലേക്ക് 12ാം ക്ലാസ് വ്യക്തിക്ക് എന്ത് ചെയ്യാം
PSCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, അതുകൊണ്ട് PSC രജിസ്റ്റർ ചെയ്യാത്തവർ നിങ്ങൾ ആദ്യം പോയി PSC രജിസ്റ്റർ ചെയ്യുക. ജോലി വരുമ്പോൾ നിങ്ങൾക്ക് അതിന് വേഗത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഈ ജോലിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. യോഗ്യരായിട്ടുള്ളവരെ അതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് വിളിക്കുന്നതായിരിക്കും. എക്സാമിൽ നിന്നാണ് യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വേഗം ഈ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർ വേഗം പോയി അപ്ലൈ ചെയ്യുക. മാക്സിമം ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ പറഞ്ഞ ഡേറ്റിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്ത് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ, ഈ ജോബിൻ്റെ ഇൻഫോർമേഷനെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനിയും സർക്കാർ ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ ഗവൺമെൻറ് ജോലികളുടെ ഞങ്ങൾ അപ്ഡേറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.